ഇതൊരു സൂപ്പർ പ്രോൺ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പ്രോണിൽ കുറച്ച് ലെമൺ ആൻഡ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. സോ 30 മിനിറ്റ്സിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കുക. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബാച്ചായിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് അതേപോലെ ഒരു 2 മിനിറ്റിന് ശേഷം അത് കോരിയെടുക്കുക. നമുക്ക് ഏകദേശം അതിൻ്റെ അളവ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. സോ അത് മാറ്റി വെച്ച ശേഷം അതേ എണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു സ്വീറ്റ്നെസ് കിട്ടാനാണ് നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയ ശേഷം ഒരു തക്കാളിയും കൂടെ ഇടാം. നല്ല പഴുത്ത തക്കാളി തന്നെ ഇടാം. അതിനകത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകം പൊടിയും ആൻഡ് വെളുത്തുള്ളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. പൊടികളുടെ എല്ലാം ക്വാണ്ടിറ്റി ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം പ്രോൺ ഇടുക. ആൻഡ് അതും അതേപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി അതിനുശേഷം അതിൻ്റെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു മണം ഉണ്ടാവും. അതിനുശേഷം മാത്രം ഗരം മസാലയും കുറച്ച് പെപ്പറും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ സൂപ്പർ പ്രോൺ റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.